ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഇപ്പോൾ ട്രേഡ് തിയറീസാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അതിൽ തന്നെ നമ്മൾ മെർക്കൻ്റലിസം എന്താണെന്ന് പറഞ്ഞു. പിന്നെ ക്ലാസിക്കൽ വ്യൂവിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ തിയറീസ് ഓഫ് ട്രേഡ് ആണ് അല്ലേ. ഇൻ്റർനാഷണൽ തിയറീൻ്റെ മോഡേൺ തിയറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ HO തിയറി പറഞ്ഞു. നെക്സ്റ്റ് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിയോൺഡിഫ് പാരഡോക്സ്. അതായത് ലിയോൺഡിഫ് പാരഡോക്സ് ആ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വാസ്ലി ലിയോൺഡിഫാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ലിയോൺഡിഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം HO തിയറിയിൽ എന്താ പറഞ്ഞത് നമുക്കറിയാം. ഏതാണോ നമുക്ക് അബൻഡൻ്റ് ആയിട്ടുള്ളത് ആ റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇയാളുടെ അതിന് ഒരു ഓപ്പോസിറ്റ് വ്യൂ ആണ്. കാരണം ഇയാൾക്കൊരു അയാളൊരു ഫൈൻഡിങ്സ് അങ്ങനെ ആയതുകൊണ്ടാണ്. അതായത് ഇയാളൊരു നോബൽ പ്രൈസ് വിന്നറൊക്കെ 1973 എക്കണോമിക്സിലുള്ള നോബൽ പ്രൈസ് വിന്നറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു HO തിയറി പ്രകാരം ക്യാപിറ്റൽ അബൻഡൻ്റ് ആണെങ്കിൽ ആ കൺട്രി എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, ദെൻ എക്സ്പോർട്ട് ചെയ്യണം. ലേബർ ഇൻറ്റൻസീവ് എന്ത് ചെയ്യണം, അവർ ഇമ്പോർട്ട് ചെയ്യണം. ലേബർ ഇൻറ്റൻസീവ് കൺട്രി എന്ത് ചെയ്യണം, നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. അവരെന്ത് ചെയ്യണം, ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ HO തിയറി എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ലിയോൺഡിഫ് പാരഡോക്സ്, അതായത് ഒരു US കാര്യമാണ് ഇങ്ങനെ ഒരു തിയറിയിലേക്ക് അയാൾ എത്തിച്ചത്. അതായത് നമുക്കറിയാം US എന്താണ്, ക്യാപിറ്റലിലാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യാപിറ്റലുള്ള ഒരു കൺട്രി ആയിട്ട് US നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എന്താ അയാൾ ഫൗണ്ട് ചെയ്തത്, I found that US export were less capital intensive than US import. US എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നേക്കാൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ റിസോഴ്സസ് അബൻഡൻ്റ് ആണ്, ക്യാപിറ്റൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് അവരെന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് US കൂടുതലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി അല്ലേ, പുതിയ പ്രോഡക്ട്സ് ഇതാക്കാനൊക്കെയാണ് അവർക്ക് കൂടുതൽ ഒരു ഇതുള്ളത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്ട്സൊക്കെ ക്യാപിറ്റൽ ഇൻറ്റൻസീവിനേക്കാളും ലേബർ ഇൻറ്റൻസീവാണ്. കൂടുതൽ ഇതൊക്കെ വേണം, ടെക്നോളജിക്ക് യൂസ് ചെയ്തിട്ട് അവർ കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അവർ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യും. അതായത് അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ US ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ നമുക്ക് അവരൊന്നും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയതൊന്നും ഇമ്പോർട്ട് ചെയ്യാതെ നിൽക്കുക എന്ന് പറയാനുള്ളൊരു ഇതില്ല. അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയതാണ് അവർ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സാണ്. അപ്പോൾ ആ ഒരു HO തിയറി പ്രകാരം നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു തെറ്റ് വരുന്നുണ്ട്. കാരണം HO തിയറി പ്രകാരം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉള്ള കൺട്രിയാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുക, ലേബർ ഇൻറ്റൻസീവ് ആയതിൽ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തുള്ളത്, US കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ആ ഒരു സിസ്റ്റം അല്ല, അതാണ് ഈ ഒരു പാരഡോക്സ്, ലിയോൺഡിഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയല്ല ഇപ്പോൾ US കണ്ടത്. ആ ഒരു ഇതാണ് നമ്മൾ ഏതാണോ US ഏതാണോ അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് അതാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം അവരെന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് തിയറി ലിൻഡേഴ്സ് ഇൻകം പെർഫോമൻസ്. ലിൻഡേഴ്സ് ഇൻകം ഓർ പെർഫോമൻസ് സിമിലാരിറ്റി തിയറി. അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ട്രേഡിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ലിൻഡേഴ്സ് ഇൻ്റർനാഷണൽ ട്രേഡിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസായി ക്ലാസിഫൈ ചെയ്ത് പ്രൈമറി പ്രോഡക്ട്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ മാനുഫാക്ചേഴ്സ് അയാൾ തിയറി പ്രകാരം മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് നാഷൻസ് ചെയ്യുന്നതാണ്. അതായത് ഡെവലപ്ഡ് നാഷനിലാണ് കൂടുതൽ മാനുഫാക്ചേഴ്സ് പ്രോഡക്ട്സ് നടക്കുന്നത്, ആ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ അവരെന്ത് ചെയ്യും, എന്ത് പ്രോഡക്റ്റ് നമ്മളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക നമ്മളെ കൺട്രി, നമ്മളെ ഡൊമസ്റ്റിക് യൂസിന് ഏറ്റവും കൂടുതൽ വേണ്ട പ്രോഡക്റ്റ് എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളെ ഡൊമസ്റ്റിക് യൂസിന് ഏറ്റവും കൂടുതൽ വേണ്ട ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുതന്നെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ലിൻഡേഴ്സിൻ്റെ തിയറി പ്രകാരം രണ്ട് ടൈപ്പായിട്ട് നമ്മൾ മെയിനായിട്ട് രണ്ട് കാറ്റഗറി, പ്രൈമറി പ്രോഡക്ട്സ് ആൻഡ് മാനുഫാക്ചേഴ്സ്.
അപ്പോൾ മാനുഫാക്ചേഴ്സ് കൂടുതലും ഉണ്ടാവുക ഡെവലപ്ഡ് നാഷനിലാണ്. അപ്പോൾ അവർ എന്താണ് എക്സ്പോർട്ട് ചെയ്യുക? അവർ ഹോം കൺട്രിയിൽ ഉണ്ടാക്കുന്ന ഗുഡ്സാണ് അവർ എക്സ്പോർട്ട് ചെയ്യുക. ഹോം കൺട്രിയിൽ ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക? അതായത് ഹോം കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ റിച്ച് കൺട്രിക്ക് എന്തിനാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുക? ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക. അഡ്വാൻസ്ഡ് മാനുഫാക്ചർ ടെക്നോളജി ഉള്ളത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അതിൻ്റെ എക്സ്പോർട്ടിന് അവർ ചെയ്യുകയും ചെയ്യും. അതാണ് ലിൻഡേഴ്സ് ഇൻകം പറയുന്നത്. ദെൻ നെക്സ്റ്റ് തിയറി, ഹ്യൂമൻ സ്കിൽസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് വ്യൂ. ഹ്യൂമൻ സ്കിൽസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് വ്യൂസ്. അത് ഡൊണാൾഡ് ബി കീസിംഗ് ആണ് ആ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു certain countries have special advantage as innovators of new product. ചില കൺട്രിക്ക് ന്യൂ പ്രോഡക്ട്സിൻ്റെ ഒരു ഇന്നോവേഷനിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം അവരാണ് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സ്. അപ്പോൾ ഒരു കൺട്രിയിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് സ്വാഭാവികമായിട്ട് വന്നാൽ നെക്സ്റ്റ് കൺട്രി അതർ കൺട്രി എല്ലാ കൺട്രീസ് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഒരു കൺട്രി പ്രോഡക്റ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയില്ല, അത് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തന്നെ നമുക്ക് ആ ടെക്നോളജി അല്ലെങ്കിൽ നോ ഹൗ നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് വരും ഒരു കൺട്രീൻ്റെ ഒരു കാര്യം കണ്ടിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടൈം ഗ്യാപ്പ് വരും. ആ ടൈം ഗ്യാപ്പ് ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത കൺട്രിക്ക് യൂട്ടിലൈസ് ചെയ്യാം. അവർക്ക് ആ സമയം ആ ഒരു പ്രോഡക്റ്റിൻ്റെ എക്സ്പോർട്ട് മൊണോപ്പൊളി അവർക്കുണ്ടാവും. അപ്പോൾ ഹ്യൂമൻ സ്കിൽസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് വ്യൂ എന്ന് പറയുമ്പോൾ ചില കൺട്രീസിന് ദേ ഹാവ് സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ആസ് ഇന്നോവേറ്റേഴ്സ് ഓഫ് ന്യൂ പ്രോഡക്ട്സ് സോ ദർ വാസ് ആൻ ഇമിറ്റേഷൻ ലാഗ്സ് ദാറ്റ് പ്രിവെൻറ്റ്സ് അതർ കൺട്രീസ് ഫ്രം ഇമ്മീഡിയറ്റ്ലി ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ ന്യൂ പ്രോഡക്ട്സ് ഓഫ് ദ ഇന്നോവേറ്റിംഗ് കൺട്രി. അതായത് ഇമിറ്റേഷൻ ലാഗ് ഉണ്ടാവും ദാറ്റ് പ്രിവെൻറ്റ്സ് അതർ കൺട്രീസ് ഫ്രം ഇമ്മീഡിയറ്റ്ലി ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ ന്യൂ പ്രോഡക്ട്സ് ഓഫ് ദ ഇന്നോവേറ്റിംഗ് കൺട്രി. അതായത് പെട്ടെന്ന് ആ ന്യൂ പ്രോഡക്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല, മറ്റേ കൺട്രീസിന് കഴിയില്ല. ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഇമിറ്റേഷൻ വന്ന ആ ടൈം ലാഗ്, ആ ലാഗ് ഇവർക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ എക്സ്പോർട്ട് മൊണോപ്പൊളി ആ സമയം അതിൻ്റെ എക്സ്പോർട്ടിൽ മൊണോപ്പൊളി ആയിട്ടുണ്ട്. എല്ലാ കൺട്രീസൊക്കെ എക്സ്പോർട്ട് ചെയ്യും. പിന്നെ അത് ആ ഇമിറ്റേഷൻ കാലം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മറ്റേ കൺട്രീസ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതുവരെ ഈ കൺട്രിയാണ് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് തിയറിയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. അപ്പോൾ നെക്സ്റ്റ് തിയറി നമ്മൾ പറഞ്ഞത് ദ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. റൈമണ്ട് വെർമൻ ആണ് ആ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തിയറിയിൽ നമ്മൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഒരു സ്റ്റേജസ് പറയുന്നുണ്ട്. ഇൻ്റർനാഷണലി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴുള്ള പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഒരു സ്റ്റേജസ്. അതിൽ സൈക്കിൾ 1 പറയുന്നത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, സൈക്കിൾ 2 സെയിൽസ് ഇൻ ഓൺ കൺട്രി, സൈക്കിൾ 3 ലിമിറ്റഡ് സെയിൽസ് ഇൻ അതർ കൺട്രി, സൈക്കിൾ 4 റെഗുലർ എക്സ്പോർട്ട് ഫ്രം പാരൻറ്റ് കമ്പനി, സൈക്കിൾ 5 പ്രൊഡക്ഷൻ ഇൻ ഫോറിൻ കമ്പനി. ദെൻ സൈക്കിൾ 6 നമ്പർ ഇടാൻ വിട്ടുപോയതാണ്. സൈക്കിൾ 6 റിവേഴ്സ് എക്സ്പോർട്ട് പാരൻറ്റ് കൺട്രി ഫ്രം ഫോറിൻ കൺട്രി. അതായത് ഫസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണല്ലോ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് സെയിൽസ് ഇൻ ഓൺ കൺട്രി, തേർഡ് ലിമിറ്റഡ് സെയിൽസ് ഇൻ അതർ കൺട്രി, ഫോർത്ത് റെഗുലർ എക്സ്പോർട്ട് ഫ്രം പാരൻറ്റ് കമ്പനി, ഫിഫ്ത്ത് പ്രോഡക്ട്സ് ഇൻ ഫോറിൻ കമ്പനി, സിക്സ്ത്ത് റിവേഴ്സ് എക്സ്പോർട്ട് ടു പാരൻറ്റ് കൺട്രി ഫ്രം ഫോറിൻ കൺട്രി. അതായത് ഫസ്റ്റ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഒരു കൺട്രി പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യും, പിന്നെ സ്വന്തം കൺട്രിയിൽ അതിൻ്റെ സെയിൽസ് നടത്തും. പിന്നെ ലിമിറ്റഡ് ആയിട്ട് ഫോറിൻ കമ്പനിയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. പിന്നെ റെഗുലർ എക്സ്പോർട്ട് ഫ്രം പാരൻറ്റ് കമ്പനി, പിന്നെ പാരൻറ്റ് കമ്പനിയിൽ നിന്ന് റെഗുലർ എക്സ്പോർട്ട് ചെയ്യും. പിന്നെ പ്രൊഡക്ഷൻ ഇൻ ഫോറിൻ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ റിവേഴ്സ് എക്സ്പോർട്ട് പാരൻറ്റ് കമ്പനി ഫ്രം ഫോറിൻ കൺട്രി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ US സിറോക്സ് കോപ്പിയർ മെഷീൻ അതിൻ്റേത് സിറോക്സ് US ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, US ജപ്പാൻക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസുകൊക്കെ എന്തായി, അത് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ദെൻ ഈ സിറോക്സ് എന്തായി, പിന്നെ ജപ്പാൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ് വേറെ അവിടുത്തെ ഇത് കമ്പനി അവിടെ ചെന്നിട്ട് ജോയിൻറ്റ് വെഞ്ചർ വേറെ കമ്പനീനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ജോയിൻറ്റ് വെഞ്ചർ തുടങ്ങി. ദെൻ ജപ്പാനിൽ ചെന്നിട്ട് പിന്നെ എന്തായി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇവിടുത്തെ ഒരു കൺട്രി, പിന്നെ ഇവിടുന്ന് അവിടെ ചെന്നിട്ട് വേറൊരു കോപ്പിയർ മെഷീൻ തുടങ്ങണം നമ്മൾ സിറോക്സിൻ്റെ ആൾക്കാർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജപ്പാൻ തന്നെ എന്തായി, കോമ്പറ്റീറ്റേഴ്സ് വരും, കാനോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പറ്റീറ്റേഴ്സ് വന്നു. ദെൻ പിന്നെ എന്ത് ചെയ്തു, ജപ്പാനിൽ പിന്നെ US ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം സിറോക്സ് എന്നുള്ള കമ്പനി US ഉണ്ടായിരുന്നത്. പിന്നെ അവരെ കൺട്രിയിൽ മാത്രം വിൽക്കൽ തുടങ്ങി. പിന്നെ കുറച്ച് എക്സ്പോർട്ട് ചെയ്യൽ തുടങ്ങി ജപ്പാൻക്കും യൂറോപ്യൻ കൺട്രീസിലൊക്കെ. പിന്നെ എന്ത് ചെയ്തു, ജപ്പാനിലൊക്കെ അവിടെ ചെന്നിട്ട് ജോയിൻറ്റ് വെഞ്ചർ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയും കോമ്പറ്റീറ്റേഴ്സ് വന്നു. ഇപ്പോൾ കാനോണൊക്കെ ജപ്പാൻ കമ്പനിയൊക്കെ അവിടെയും വന്നു. ദെൻ പിന്നെ എന്തായി, അവർ ഗ്രോ ചെയ്ത് അവർ പിന്നെ US എന്തായി, പിന്നെ ഇമ്പോർട്ട് ചെയ്യൽ തുടങ്ങി. അപ്പോൾ ആ ഒരു രീതിയിൽ വരും. അതായത് ഒരു കൺട്രിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് വേറൊരു കൺട്രി എന്ത് ചെയ്യും, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത് ഈ കൺട്രിക്ക് തന്നെ എന്താണ്, എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ അതാണ് സ്റ്റേജസ്. ന്യൂ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യും, സ്വന്തം കൺട്രിയിൽ വിൽക്കും, അതർ കൺട്രിയിൽ സെയിൽസ് ചെയ്യും, പിന്നെ പാരൻറ്റ് കമ്പനിയിൽ നിന്ന് അതർ കൺട്രീസ് എക്സ്പോർട്ട് ചെയ്യും, പിന്നെ അവിടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ റിവേഴ്സ് എക്സ്പോർട്ട് തുടങ്ങും. അതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള തിയറീസ് ഒന്നുകൂടെ നോക്കാം. നമ്മൾ മോഡേൺ തിയറിയാണ് പറയുന്നത്. അതിൽ HO തിയറി നമ്മൾ പറഞ്ഞു. അതിൽ പിന്നെ പറയുന്നത് ലിയോൻറ്റിഫ് പാരഡോക്സ്. അതായത് നമ്മൾ പറഞ്ഞു HO തിയറിൻ്റെ ഓപ്പോസിറ്റ് ക്യാപിറ്റൽ അബൻഡൻ്റ് ആണെന്ന് വെച്ചിട്ട് എന്താണ്, US എക്സ്പോർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഏതിലാണോ നമുക്ക് ഇതുള്ളത് അതന്നെ ആയിക്കോളണം. നമ്മൾ പിന്നെ റിസോഴ്സസ് അബൻഡൻ്റ് ആയത് അതിൽ തന്നെ എന്താണ് എക്സ്പോർട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ് ലിയോൻറ്റിഫ് പാരഡോക്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ HO തിയറി രണ്ടും വെച്ച് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. പിന്നെ ലിൻഡേഴ്സ് ഇൻകം തിയറിയാണ്. ലിൻഡേഴ്സ് ഇൻകത്തിൽ പറയുന്നത് പിന്നെ പ്രൈമറി പ്രോഡക്ട്സ് 2 പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ ഇതിനെ പിന്നെ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് മാനുഫാക്ചർ ചെയ്യും, ഡെവലപ്ഡ് നാഷനിൽ മാനുഫാക്ചർ ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമ്മളെ കൺട്രിക്ക് എന്താണോ വേണ്ടത്, നമ്മളെ കൺട്രിക്ക് ഏത് പ്രോഡക്റ്റിനാണോ ഡിമാൻഡ് അത് നമ്മൾ മാനുഫാക്ചർ ചെയ്യും. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോർട്ടിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യും. ദെൻ പിന്നെ ഹ്യൂമൻ സ്കിൽസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് വ്യൂ. ഹ്യൂമൻ സ്കിൽസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് വ്യൂവിൽ ഇന്നൊവേഷൻ ഏതെങ്കിലും ഒരു കൺട്രി ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, മറ്റുള്ള കൺട്രികൾ ഇമിറ്റേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ബട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അത് ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ചെടുക്കാനുള്ളൊരു ഗ്യാപ്പ്, ആ ഗ്യാപ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്നോവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കൺട്രിക്ക് എക്സ്പോർട്ട് മൊണോപ്പൊളിക്കുള്ളൊരു ഗ്യാപ്പാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ മറ്റുള്ള കൺട്രിക്ക് ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്നവരെ അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാർക്കറ്റിൽ മൊണോപ്പൊളിയായി നിൽക്കുന്നത്. എക്സ്പോർട്ടിൻ്റെ ആ സ്പെസിഫിക് പ്രോഡക്റ്റിൽ ആ ഇന്നോവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺട്രിയാണ് മൊണോപ്പൊളിയായിട്ട് നിൽക്കുന്നത്. പിന്നെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി പറഞ്ഞു. അതിൽ നമ്മൾ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലേ, പിന്നെ സ്വന്തം കൺട്രിയിൽ സെയിൽസ് ഇൻ ഓൺ കൺട്രി, ദെൻ ലിമിറ്റഡ് സെയിൽസ് ഇൻ അതർ കൺട്രി, ദെൻ റെഗുലർ എക്സ്പോർട്ട് ഫ്രം പാരൻറ്റ് കമ്പനി, ദെൻ പ്രൊഡക്ഷൻ ഇൻ ഫോറിൻ കമ്പനി, ദെൻ റിവേഴ്സ് എക്സ്പോർട്ട് പാരൻറ്റ് കൺട്രി ഫ്രം ഫോറിൻ കൺട്രി. നമ്മൾ പറഞ്ഞ സിറോക്സിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ മതി. അതായത് ആദ്യം US അവർ പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെ അവർ ജപ്പാനിൽ ഫോറിൻ പിന്നെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് തുടങ്ങി, ഓട്ടോമാറ്റിക്കലി പിന്നെ അവരെന്ത് ചെയ്തു, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യൽ തുടങ്ങി. അപ്പോൾ അതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ മോഡേൺ